guys, welcome back to another episode of collegemunchi.com. അപ്പോൾ BBA എന്ന് പറഞ്ഞൊരു കോഴ്സ് ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം ബാംഗ്ലൂർ നമുക്കറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒരുപാട് സ്കാംസ് നടക്കുന്ന ഒരു പ്ലേസ് ആണ്. നിങ്ങൾക്ക് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ബാംഗ്ലൂരിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. ആൻഡ് ഇനി ബാംഗ്ലൂരിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് 5 ആയിട്ടുള്ള കോളേജസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് കോളേജസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ പോയി കാണാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ത്യന്റെ സിലിക്കൺ വാല്യൂ എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ. അതേപോലെ തന്നെ ഒരു കുറേ അധികം IT ഹബ്ബുകൾ, കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ പോകുന്ന ഒരു പ്ലേസ് ആയിരിക്കും ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ നമുക്കറിയാം കുറേ അധികം ബിസിനസ് സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഓർഗനൈസേഷൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് ബാംഗ്ലൂർ. സോ നിങ്ങൾക്ക് എപ്പോഴും കുറേ അധികം സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യമാണ് അവർ പല അധികം സ്കാമിലൊക്കെ ചെന്ന് പെട്ടിട്ട് അഡ്മിഷൻ ഡിനൈഡ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് BBA പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും ബ്രാൻഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ കോളേജോ ആണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇപ്പോൾ കർണാടകയിൽ തന്നെ കുറേ അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിലൊന്നും പെടാണ്ട് ഒരു തരത്തിലുള്ള ബ്രാൻഡ് വാല്യൂ ഇല്ലാത്ത കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും ഈ ഒരു ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണ്, അവർക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടോ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന് NAAC അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നാണ്. നമുക്കറിയാം NAAC ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ കോളേജസിലും അക്രഡിറ്റേഷൻസ്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ഈ ഒരു ക്രൈറ്റീരിയാസിൻ്റെ, അവിടുത്തെ ഒരു കോളേജിൻ്റെ മൊത്തം ഫെസിലിറ്റീസിൻ്റെ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ ആ ഒരു കോളേജിനെ റാങ്ക് ചെയ്യുന്ന കുറച്ച് ആളുകളാണ് NAAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരുടെ റാങ്കിങ് ഉണ്ടോ, NAAC റാങ്കിങ് അല്ലെങ്കിൽ NAAC അക്രഡിറ്റേഷൻ ഉള്ള ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂം അത്രയും ഹൈ ആയിരിക്കും. ആൻഡ് നമുക്കറിയാം NAACന്റെ A അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള കോളേജ്, A++ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള കോളേജുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ NAACന്റെ അക്രഡിറ്റേഷൻ്റെ വാല്യൂ കൂടുന്തോറും ആ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റീൻ്റെ വാല്യൂ, കാര്യങ്ങളൊക്കെ വളരെ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് കാര്യമാണ് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് നോക്കണം. UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതായത് അതൊരു ഇന്ത്യയിലുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ഒരു ഓർഗനൈസേഷൻ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് ഈ ഒരു യൂണിവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഇവർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷനും അത്രയും ബെറ്റർ ആയിരിക്കും. അടുത്ത നമ്മൾ നോക്കേണ്ടതാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് NIRF റാങ്കിങ് കിട്ടിയിട്ടുണ്ടോ, അവരുടെ റാങ്കിങ് എത്രയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ് NIRF എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ റാങ്ക് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ആ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എത്ര റാങ്കിങ് അവർക്ക് കിട്ടി എന്നുള്ളതനുസരിച്ചായിരിക്കും ആ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഇനി വേറെ എന്തെങ്കിലും അക്രഡിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ ആ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ, അവർ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് BBA എന്തുകൊണ്ട് ബാംഗ്ലൂരിൽ നമ്മൾ BBA പഠിക്കുമ്പോൾ എങ്ങനത്തെ കോളേജ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി BBA എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഓറിയന്റഡ് പ്രോഗ്രാമാണ്. അപ്പോൾ സ്റ്റുഡൻസ് അധികം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ MBA എടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും BBA കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോബ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും. അപ്പോൾ ഒരു ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
പ്രൊവൈഡർ ആണോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബാംഗ്ലൂരിൽ തന്നെ ടോപ്പ് MNCs കാര്യങ്ങൾ, ഓൺടർപ്രനേഴ്സ്, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഇവരുടെ ഒരു ടൈപ്പ്, ഈ MNCസിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് പാർട്ട്നർഡ് ആയിട്ട് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. അങ്ങനെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു കമ്പനിയായിട്ട് പാർട്ട്നർഡ് ആകുമ്പോൾ ഈ ഒരു കമ്പനി റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ, അതേപോലെ തന്നെ അവരുമായിട്ട് നമുക്ക് കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ടൈപ്പ് ഉള്ള ലൈക്ക് MNCs ഒക്കെ ആയിട്ട് പാർട്ട്നർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അപ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ മാത്രമല്ല ഇങ്ങനെ പാർട്ട്നർഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ബെനിഫിറ്റ് ആണ് പ്ലേസ്മെന്റ്സ്. അപ്പോൾ ഇവർ പാർട്ട്നർഡ് ആകുമ്പോൾ ഓഫ് കോഴ്സ് അവരുമായിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇനിയിപ്പോൾ പാർട്ട്നർഡ് അല്ലെങ്കിൽ കൂടി വേറെ മൾട്ടിനാഷണൽ കമ്പനീസ് ഓരോ വർഷം ഇവിടെ റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടോ, ഇവർ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇവർക്ക് 100% പ്ലേസ്മെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റത്തെ കാര്യമാണ് ഇന്റേൺഷിപ്സ്. നമുക്കറിയാം, പഠിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് ജോബിന് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. സോ നമ്മൾ ഇന്റേൺഷിപ്പ് നമ്മൾ സ്വയം തിരഞ്ഞു നടക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലോ അപ്പം നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇന്റേൺഷിപ്സ്, പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഇപ്പോൾ BBA എടുക്കുമ്പോൾ തന്നെ ജനറൽ BBA ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് BBA പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന ഏരിയയിൽ HR മാനേജ്മെന്റ് ഫീൽഡിലോട്ട് പോകണം, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നിങ്ങളുടെ കരിയർ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പോരാത്തതിന് ജനറൽ BBA ചെയ്ത് ജോലി കിട്ടുന്നതിനെക്കാട്ടിലും മുമ്പ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ചെയ്ത് BBA വിത്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതേപോലെ തന്നെ പ്ലേസ്മെന്റ് റേറ്റും നിങ്ങളുടെ കൂടിക്കൊണ്ട് വരും. സോ എപ്പോഴും സ്പെഷ്യലൈസേഷൻസ് നോക്കിയിട്ട്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയയുള്ള സ്പെഷ്യലൈസേഷൻസ് നോക്കിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ടോപ്പ് ആയിട്ടുള്ള ബാംഗ്ലൂരിൽ തന്നെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കോളേജസ് ഉണ്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും താഴെ, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.